വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് സൈക്കോളജി ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, ഫ്രണ്ട്ഷിപ്പ്, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ തോന്നിയിട്ടുണ്ടാവും ഈ ഒരു പേഴ്സൺ എൻ്റെ അടുത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടോ അവർക്ക്, അതോ ഇതൊരു ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണോ, അതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ, അതല്ലെങ്കിൽ ഇനി ഇതിനേക്കാളും കൂടുതൽ എന്തോ ഉണ്ട് പക്ഷേ എന്നോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നതാണോ എന്നൊക്കെയുള്ള തരത്തിൽ തോന്നിയിട്ടുണ്ടാവും. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരാൾക്ക് അട്രാക്ഷൻ തോന്നുന്നു, അതൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലേക്ക് ഉണ്ടാകുന്ന ട്രാൻസിഷൻ. സോ ഇന്ന് ഈ വീഡിയോയുടെ ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത്, നമ്മൾ ആദ്യമേ ഒരു വ്യക്തി പുതിയതായിട്ട് രണ്ടുപേര് മീറ്റ് ചെയ്യുന്നു, ദെൻ അവിടെ അവർക്കുണ്ടാകുന്ന ഇൻട്രസ്റ്റ്, ദെൻ അട്രാക്ഷൻ, ദെൻ അത് ഒരു ഫ്രണ്ട്ഷിപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലേക്കോ മൂവ് ചെയ്യുന്ന രീതിയിലൊരു ട്രാൻസിഷൻ പാത്വേയിലാണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ടൈം ലൈനിൽ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മേ ബി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തേക്കാം. വാച്ച് ദ എൻറ്റയർ വീഡിയോ, ഓക്കെ, ദെൻ യു വിൽ ഗെറ്റ് ആൻ ഐഡിയ വാട്ട് ഐ എം ഗോയിങ് ടു ടെൽ യു. ഇതിൻ്റെ ഒരു എൻഡ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയില്ലേ, അതും ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് തമ്മിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. സോ അതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ ദേ ആർ മോർ ക്യൂരിയസ് അബൌട്ട് യു എന്നുള്ളതാണ്. അത് അവരൊരു ഫ്രണ്ട്ലി രീതിയിൽ നിങ്ങളുടെ അടുത്ത് കണക്റ്റഡ് ആവുന്നു, നിങ്ങളെപ്പറ്റി കൂടുതൽ ക്യൂരിയസ് ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നു. അതൊരു ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അട്രാക്ഷൻ. അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ കാഷ്വൽ ടോക്ക്, കാഷ്വൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ രീതിയിൽ നമ്മളൊരു നോർമൽ ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പേഴ്സൺ, ആ പേഴ്സണ് പിന്നീട് ഒരു കെമിസ്ട്രി അതിൽ ബിൽഡ് ആവുക എന്ന് പറയും. അതായത് എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലേഷൻ നിങ്ങളെ കാണുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻസിൽ ബിൽഡ് ആവും. സോ അതാണ് ഒരു അട്രാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് ഒരു റിലേഷൻഷിപ്പിൽ ആണ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ ആഗ്രഹിക്കുന്നു എന്നൊന്നും യാതൊരു തരത്തിലുള്ള നിർബന്ധങ്ങളും ഇല്ല. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു പ്ലട്ടോണിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ ആയിട്ടുള്ളതോ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു മ്യൂച്വൽ ട്രസ്റ്റ് കമ്മിറ്റ്മെൻറ്റിൽ മുന്നോട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പ്. അതായത് വിത്തൗട്ട് എനി ബാരിയർ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു അട്രാക്ഷൻ, ഫിസിക്കൽ അട്രാക്ഷനോ അല്ലെങ്കിൽ ആ തരത്തിൽ വരുന്ന ഒരു രീതിയിലുള്ള ഒരു കോണ്ടെക്സ്റ്റോ വരാറില്ല. അതൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്. റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനെ പറ്റി പറയുമ്പോൾ അവിടെ ഒരു എക്സ്ക്ലൂസിവിറ്റി അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള അട്രാക്ഷൻ, ഇമോഷണൽ ആയിട്ടുള്ള ഇൻറ്റിമേറ്റ് ബോണ്ടിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അതെപ്പോഴും ഒരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുക. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ബൈ ദ എൻഡ് യു വിൽ നോ ഹൗ ടു റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് ആൻഡ് യു ക്യാൻ ഡിഫറൻഷിയേറ്റ് ഓർ യു മേ അണ്ടർസ്റ്റാൻഡ് ഈസ് ഇറ്റ് സംതിങ് മോർ ദാൻ ഫ്രണ്ട്ഷിപ്പ് ഓർ സംതിങ് എൽസ്. ഫസ്റ്റ് വൺ, ഇൻട്രസ്റ്റ്. ഇപ്പോൾ നമ്മളൊരു പുതിയതായിട്ടൊരു വ്യക്തിയെ മീറ്റ് ചെയ്യുന്നു. ആ വ്യക്തിയെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ സ്ട്രെസ് ഉണ്ടാവാനോ, നെർവസ്നെസ് അല്ലെങ്കിൽ ലോട്ട് ഓഫ് അൺസർട്ടനിറ്റീസ് ഇതൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ വളരെ കൺട്രോൾഡ് ആയിട്ടായിരിക്കും പെരുമാറാൻ ശ്രമിക്കുക. അതായത് നമുക്കറിയില്ല ഹൂ ഈസ് ദിസ് ഗായ് അല്ലെങ്കിൽ ഹൂ ഈസ് ദിസ് ഗേൾ എന്നുള്ള രീതിയിൽ. സോ വി ആർ ട്രൈങ് ടു ഫിഗർ ഇറ്റ് ഔട്ട്. ആ ഒരു ടൈമിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്നും ഓപ്പൺ അപ്പ് ആവില്ല. അവിടെ നമ്മൾ യൂസ് ചെയ്യുക നമ്മളൊരു ബാരിയർ ബിഹേവിയേഴ്സ് ഒരുപാടുണ്ടാവും. അതായത് പല കാര്യങ്ങളും കൺട്രോൾഡായിട്ട് സംസാരിക്കുക. ഈവൻ ഒരു തമാശ പറഞ്ഞാൽ പോലും നമ്മൾ വളരെ റെസ്ട്രെയിൻഡ് ആയിട്ടായിരിക്കും നമ്മൾ സ്മൈൽ ചെയ്യുക, ചിരിക്കുക, നമ്മുടെ ബോഡി പോസ്ചർ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട്. നമ്മൾ പുതിയതായിട്ടൊരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ നമുക്കറിയില്ല ഈസ് ഹി ഓർ ഷീ ഈസ് സേഫ് ഓർ അൺസേഫ്. സോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സെറ്റിങ്സിൽ നമുക്കൊരു ഇനീഷ്യൽ ആൻസൈറ്റി ഒക്കെ ബിൽഡ് ആവും. ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗെറ്റിംഗ് ടു നോ മോർ എന്നൊരു രീതിയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കൺട്രോൾഡ് ആയിരിക്കും. സോ ഇനി നമ്മൾ നെക്സ്റ്റ് ഫേസിലേക്ക് പോകും. ഫസ്റ്റ് മീറ്റിന് ശേഷം ഈ വ്യക്തി നിങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ ദെയർ ഇസ് എ ചാൻസ് ഓഫ് മൈക്രോ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതായത് ആ വ്യക്തി ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് അവിടെ കൊടുക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ, നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അതായത് നിങ്ങളെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഓർത്തിരിക്കുക, നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ്. അതുപോലെ തന്നെ ആ ഒരു കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരുടെ സൈഡിൽ നിന്നൊരു എഫേർട്സും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക തരത്തിലുള്ള കോഫിയാണ് ഇഷ്ടം അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ഒരു ഫുഡാണ് ഇഷ്ടമെങ്കിലും നെക്സ്റ്റ് ടൈം നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ വ്യക്തി ആ ഒരു കാര്യത്തിന് വേണ്ടി ഒരു എഫേർട്ട് ഇടുക അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടുന്നുണ്ടാവും. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലേക്കാണ് മൂവ് ചെയ്യുന്നത് എന്നൊന്നും അതിലർത്ഥമില്ല. ആ വ്യക്തിക്ക് നിങ്ങളൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, ദാറ്റ്സ് ഇറ്റ്. നമ്മൾ പുതിയതായിട്ടൊരു വ്യക്തിയെ കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സ്ട്രെസ് ഇൻഡ്യൂസ് ആവും. ആ സ്ട്രെസ് ബിഹേവിയേഴ്സ് ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. അവരുടെ ബോഡി പോസ്ചർ വളരെ ടൈറ്റൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ബ്ലിങ്ക് റേറ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക്, അല്ലെങ്കിൽ അവരുടെ സ്പീച്ച് സ്പീഡ്, ഇതൊക്കെ ഡിഫറൻസ് ഉണ്ടാവും.
സോ ഇങ്ങനെ ഒരു ഡിഫറൻസ് പതിയെ പതിയെ ഒരു കംഫർട്ട് സോണിലേക്ക് വരാൻ തുടങ്ങും. അങ്ങനെ ഒരു കംഫർട്ട് സോണിലേക്ക് വരുമ്പോൾ അതൊരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും പിന്നീട് ക്രിയേറ്റ് ചെയ്യപ്പെടുക. ദെൻ അവിടുന്ന് ഒരു അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അട്രാക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് ദെയർ കംഫർട്ട് ടു എക്സൈറ്റ്മെൻറ്റ്. അവരുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് അവർക്ക് കുറച്ചും കൂടെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു ബിഹേവിയർ ഷിഫ്റ്റ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. സോ നമ്മൾ ഒരാളുമായിട്ട് കൂടുതലായിട്ട് സംസാരിച്ച് വരുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ മൈൻഡിൽ ഒരു അട്രാക്ഷൻ ക്രിയേറ്റ് ആയെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും വളരെ വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ പ്യൂപ്പിൾസിലുണ്ടാകുന്ന ഡയലേഷൻ. അതായത് അവർ ഇമോഷണലി അറൗസ്ഡ് ആവുന്ന സമയത്ത് നമ്മൾ ഏതൊരു വ്യക്തിയാണെങ്കിലും അട്രാക്ഷൻ അല്ലെങ്കിൽ ഫിയർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് നമ്മുടെ പ്യൂപ്പിൾസിൽ ഒരു ഡയലേഷൻ ഉണ്ടാവും. പക്ഷേ ഇത് വളരെ ഡിഫിക്കൽട്ടാണ് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട്. പക്ഷേ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിസിയോളജിക്കൽ റെസ്പോൺസാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ ജസ്റ്റേഴ്സ് ഒരുപാട് യൂസ് ചെയ്യാൻ തുടങ്ങും. അതായത് അവരൊരു ഗാർഡഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്ങിൽ നിന്ന് ഒരു എൻഗേജ്മെൻറ്റ് വളരെ കൂടുതലായിട്ട് എൻഗേജ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ എൻഗേജ്മെൻറ്റ് കൂടുതലായിട്ട് വരുന്ന അവരുടെ എക്സൈറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ എക്സൈറ്റഡ് ആയിക്കഴിഞ്ഞാൽ അവരുടെ ഗാർഡിങ് മെൻറ്റാലിറ്റി, അതായത് കോൺഷ്യസ് ആയിട്ട് ഓക്കെ ഇത് പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കൺട്രോൾഡ് ആയിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ മറക്കും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇമോഷണലായിട്ട് അറൗസൽ ഉണ്ടാകുമ്പോൾ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന ഡിപ്രഷനാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ട് വരും. ഇനി അവരുടെ ബോഡി ലാംഗ്വേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടെ ഗ്രൂംഡ് ആവാനായിട്ട്, അതായത് അവർ അപ്പിയറൻസിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഒരു അട്രാക്ഷനാണ് എപ്പോഴും ഒരു അപ്പിയറൻസിൽ കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. അതായത് അവരെപ്പോഴും നമ്മളെപ്പോഴും പറയും, ഇപ്പം പെൺകുട്ടികളുടെ കാര്യം പറയുമ്പോൾ പറയും അവരെപ്പോഴും ഹെയർസിൽ ടച്ച് ചെയ്യും. അപ്പോൾ അതുവരെ അങ്ങനെ ഒരു ബിഹേവിയർ കാണിക്കാത്തൊരു വ്യക്തി പിന്നീട് അത് കാണിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇവിടെ ഉണ്ടാകുന്ന പ്രോബ്ലം. അതല്ലാതെ ഇപ്പോൾ ഒരു വ്യക്തി സ്ഥിരമായിട്ട് ഹെയറിൽ ടച്ച് ചെയ്യുന്നു, ഇപ്പോഴും ഹെയറിൽ ടച്ച് ചെയ്യുന്നു, അത് നമുക്ക് ഒരു ബിഹേവിയർ ചേഞ്ച് ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഹേവിയർ കൊണ്ട് മാത്രം ഇവിടെ ഇങ്ങനൊരു സംഭവമുണ്ട് അല്ലെങ്കിൽ അവിടെ അതാണ് ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന ബിഹേവിയറുകളെല്ലാം ക്ലസ്റ്ററായിട്ട് മാത്രം, അതായത് ഒരു ഗ്രൂപ്പായിട്ട് മാത്രം നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ മാത്രമേ നിങ്ങൾ ഇങ്ങനൊരു ഡിസിഷനിലേക്ക് പോകാൻ പാടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള അവരുടെ എൻഗേജ്മെൻറ്റ് ഇൻക്രീസ് ആവുക, അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം ദേ വിൽ സ്റ്റാർട്ട് മിററിങ് യുവർ ബോഡി ലാംഗ്വേജ്. മിററിങ് എഫക്റ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ കോമൺ സൈൻ ഓഫ് അട്രാക്ഷൻ ആണ്. വളരെ സട്ടിലായിട്ട് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു തരത്തിൽ നിങ്ങളിങ്ങനെ കൈകൊണ്ടിരുന്നു, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ കൈകൊണ്ടിരുന്നു, എന്തെങ്കിലും പറയുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ കൈകൊണ്ടിരുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതൊരു ഫ്യൂ സെക്കൻഡ്സിനുള്ളിൽ അവരും ഇമിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഇത് അൺകോൺഷ്യസ്ലി നടക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും സ്റ്റെയർ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് സട്ടിലായിട്ട് അതിനെ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി ഈ ഒരു അട്രാക്ഷൻ ബിൽഡായി അതൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ തൊട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി ഇത് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടോ, അയാൾക്ക് ഇതിലെന്തെങ്കിലും പ്രോബ്ലം വരുമോ, ഇതൊക്കെ ഈ അട്രാക്ഷൻ തോന്നിയ വ്യക്തിയുടെ ഒരു കൺസേൺ ആയി മാറും. സോ ഈ ഒരു അട്രാക്ഷൻ ഫേസിൽ നിന്ന് നെക്സ്റ്റ് ഫേസിലേക്ക് ഉണ്ടാകുന്ന ആ ഒരു ട്രാൻസിഷന് തൊട്ട് മുമ്പ് സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ദേ വിൽ സ്റ്റാർട്ട് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംടൈംസ് ഇങ്ങനെയുള്ള വ്യക്തികൾ ഒരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അർത്ഥം വരുന്ന ചില തമാശകൾ ഒക്കെ മറ്റേ വ്യക്തിയോട് പറയും. അപ്പോൾ അങ്ങനെ മറ്റേ വ്യക്തിയോട് പറയുന്ന സമയത്ത് ആ വ്യക്തിയുടെ റെസ്പോൺസ് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ചില സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില തമാശകൾ പറയുമ്പോൾ ചിലരത് ഇഗ്നോർ ചെയ്ത് വിടുക, അല്ലെങ്കിൽ ചിലത് സീരിയസ് ആയിട്ട് എടുത്ത് ബാക്ക് ഓഫ് ചെയ്യാറൊക്കെ ഉണ്ട്. മറ്റ് ചില ആൾക്കാരാണെങ്കിൽ അവരത് ഓക്കെ അതും തമാശയായിട്ട് തന്നെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു അട്രാക്ഷനിലാണ്, അവർ ഫ്രണ്ട്സാണ്. അപ്പോൾ ആ രണ്ടു പേർക്കും പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഉണ്ടാവാൻ പാടില്ല. ആർ ദ അതർ പേഴ്സൺ റെഡി ടു ഡു ദാറ്റ് എന്നുള്ള ഒരു കൺസേൺ ഉള്ളതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അവർ ഇൻറ്റൻഷനലി റൊമാൻറ്റിക് ടോപ്പിക്സ് അല്ലെങ്കിൽ ബീയിങ് ഇൻ എ റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടോക്സ് ഇൻറ്റൻഷനലി കൊണ്ടുവരും. പക്ഷേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് അത് ഇൻറ്റൻഷനലി കൊണ്ടുവരുന്നതായിട്ട് തോന്നണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഈ ഒരു ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ വ്യക്തി ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നത് എങ്ങനെയാണ്, ഇനി അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പുകളുണ്ടോ, ആർ ദേ റെഡി ടു മിങ്കിൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റിങ്ങുകൾ സംഭവിക്കുന്ന ഒരു ഏരിയയാണ് ഈ അട്രാക്ഷൻ ഫേസിൽ നിന്ന് നെക്സ്റ്റ് ഫേസിലേക്ക് പോകുന്നതിനുള്ള ആ ട്രാൻസിഷൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് കയറി കഴിയുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. ഫ്രണ്ട്ഷിപ്പാണോ അല്ലെങ്കിൽ അട്രാക്ഷൻ ആണോ അല്ലെങ്കിൽ റൊമാൻറ്റിക് ഫീലിംഗ് നിങ്ങൾക്ക് ബിൽഡ് ആവുന്നുണ്ടോ എന്നൊരു കൺഫ്യൂഷൻ. അതായത് ഇപ്പോൾ ഈ ടൈം ലൈനിൽ വരുന്ന നിങ്ങളുടെ ഒരു ഫ്രണ്ട്, വളരെ ക്ലോസ് ആയിട്ടൊരു ഫ്രണ്ട്, ആ ഫ്രണ്ട് പെട്ടെന്ന് മറ്റൊരു വ്യക്തിയായിട്ട് കമ്മിറ്റഡ് ആവുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ കമ്മിറ്റഡ് ആവുന്ന സമയത്ത്
ആസ് എ ക്ലോസ് ഫ്രണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു പൊസസീവ്നെസ് ബിൽഡ് ആവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു പൊസസീവ്നെസ്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അവിടെ ഒരു റൊമാൻറ്റിക് ഫീലിംഗ് ഈ വ്യക്തിയോടുണ്ടോ, അതോ അതൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പൊസസീവ്നെസ് ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് പൊസസീവ്നെസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതുവരെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രയോറിറ്റി പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് മറ്റൊരു വ്യക്തിയിലേക്ക്, അല്ലെങ്കിൽ ഈ അപ്പുറത്തുള്ള വ്യക്തി ആരാണോ അയാളുടെ പാർട്ട്ണറിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രയോറിറ്റി ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നും നിങ്ങൾ ജസ്റ്റ് അബാൻഡൻ ചെയ്ത പോലെ, അതായത് നിങ്ങളെ ഒഴിവാക്കി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റി നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന പോലെയുള്ള ഒരു പ്രയോറിറ്റി നിങ്ങൾക്ക് കിട്ടുന്നില്ല. ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് പൊസസീവ്നെസ് ഉണ്ടാകുന്നതെങ്കിൽ ദാറ്റ്സ് ജസ്റ്റ് എ ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ അതൊരു ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഇനി റൊമാൻറ്റിക് ജലസി, അതായത് ഒരു ഫ്രണ്ട്ഷിപ്പിന് അപ്പുറമുള്ള പൊസസീവ്നെസ് ഒരു റൊമാൻറ്റിക് ജലസിയിലേക്ക് വന്നു എന്ന് പറയണമെങ്കിൽ സെയിം സിനാറിയോ, അതായത് നിങ്ങളുടെ ആ ഒരു ഡീപ്പായിട്ടുള്ള ഫ്രണ്ട് മറ്റൊരാൾ കമ്മിറ്റ് ചെയ്യുന്നു, അയാളുമായിട്ട് ഡേറ്റ് ചെയ്യുകയെന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ലെഫ്റ്റ് ഔട്ട് ചെയ്തു, നിങ്ങളെ ഒഴിവായി അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കി എന്നൊരു ഫീലിങ്ങിനോടൊപ്പം തന്നെ അവിടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യം, അതായത് നിങ്ങൾ ഇമോഷണലി ആ വ്യക്തിക്ക് കൊടുക്കേണ്ടത് മറ്റൊരു വ്യക്തി കൊടുക്കുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ റൊമാൻറ്റിക് ജലസി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒരു റൊമാൻറ്റിക് ഫീലിംഗ് ഉണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പിനപ്പുറം എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വ്യക്തി കമ്മിറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുക എനിക്ക് ആ വ്യക്തിയെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് നിങ്ങളുടെ ചെസ്റ്റിൽ ഒരു പെയിൻ ഉണ്ടാവും, വളരെ ടൈറ്റ് ഫീലിംഗ് നിങ്ങൾക്കുണ്ടാവും. ഇതെല്ലാം ഒരു റൊമാൻറ്റിക് ജലസി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നിങ്ങളുടെ ആ സോ കോൾഡ് ഫ്രണ്ടിനോടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഇനി ഹൗ ടു ടെൽ ദ ഡിഫറൻസ്, നിങ്ങൾ സ്വയം ചോദിക്കേണ്ട 3 ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ അപ്സെറ്റ് ആയതിന് കാരണം നിങ്ങൾ ആ വ്യക്തിയുടെ പ്രസൻസ് മിസ് ചെയ്യുന്നത് കൊണ്ടാണോ, അതോ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പ്രയോറിറ്റി വളരെ ഹൈ ആയിട്ട് വളരെ ഡീപ്പറായിട്ട് വേണം എന്നുള്ളൊരു നീഡ്, ഒരു വാണ്ട് ഉള്ളത് കൊണ്ടാണോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട് അയാളുടെ പാർട്ട്ണറുമായിട്ട് ബ്രേക്കപ്പ് ആയി എന്ന് വിചാരിക്കുക. അത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഫ്രണ്ട് എന്ന നിലയിൽ റിലീഫാണോ ഉണ്ടാകുന്നത്, അതോ ഒരു ദർ ഇസ് എ ചാൻസ്, മോർ ചാൻസ്, എനിക്കൊരു ചാൻസ് ഉണ്ട്, ഇനിയും വർക്കൗട്ട് അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം എന്ന രീതിയിലൊരു എക്സൈറ്റ്മെൻ്റ് ആണോ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ബിൽഡാവുന്നത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ ഫ്രണ്ട് അയാൾ മറ്റൊരാളുമായിട്ട് ഡേറ്റ് ചെയ്യുന്നു, അയാളുമായിട്ട് കമ്മിറ്റഡ് ആവുന്നു, പക്ഷേ അവർ സ്റ്റിൽ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നുവെങ്കിൽ നിങ്ങൾ ഓക്കെ ആണോ? ജസ്റ്റ് ട്രൈ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് യു വിൽ ഫൈൻഡ് യുവർ സെൽഫ് ഇൻ ദാറ്റ്. ഒരു വ്യക്തി റിലേഷൻഷിപ്പിലേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും സ്ട്രഗിൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അത് അവരുടെ ഒരു ഹിഡൻ ലവ് കൊണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഷിഫ്റ്റ് ഇൻ ദയർ പ്രയോറിറ്റീസ്. ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ദേ വിൽ അഡാപ്റ്റ്, അതായത് അവർ റിലേഷൻഷിപ്പിലായാലും കമ്മിറ്റഡ് ആയാലും ദേ വിൽ മേക്ക് ടൈം ഫോർ യു. ഒരു റിയൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫേസിൽ ഒരു കൊളാറ്ററൽ ഡാമേജ് ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല, എസ്പെഷ്യലി ഇൻ ദ ഫേസ് ഓഫ് ലവ്. ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മെയിൻലി ബിഹേവിയർ ക്യൂസ് അല്ലെങ്കിൽ ബിഹേവിയർ പാറ്റേൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിട്ട് എടുക്കാതെ ഒരു ഗ്രൂപ്പ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ ആക്ഷൻസ്, ഇതെല്ലാം ഒന്നിച്ച് കളക്റ്റീവായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഔട്ട്കം കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ഞാനിവിടെ പറഞ്ഞ മീനിങ്ങും കാര്യങ്ങളും ഒക്കെ അവിടെ ആപ്ലിക്കബിൾ ആയിട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഓൾവേസ് റിമെമ്പർ, നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ അവസ്ഥയിലാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ബയസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ലോജിക്കലായിട്ട് ഇതിനെപ്പറ്റി തിങ്ക് ചെയ്യണം. അതായത് നിങ്ങളൊരു മുൻവിധി കൊടുക്കാതെ ഒരു തേർഡ് പാർട്ടി കാണുന്ന രീതിയിൽ വേണം നിങ്ങൾ ഇതിനെ അനലൈസ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് എത്ര ആഴത്തിൽ മനസ്സിലാവുന്നോ അത്രത്തോളം നിങ്ങൾക്ക് എറർ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ബിക്കോസ് ഹ്യൂമൻ ബിഹേവിയർ ഓൾവേസ് ലീവ്സ് ദ ക്യൂസ്.